അങ്ങനെ ഇന്നത്തെ നോമ്പുതുറ നമ്മുടെ മാമിന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ രണ്ടാനമ്മയും മകളും സീരീസിൽ നമ്മുടെ ഇഷമോളുടെ മാമിന്റെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. മാമിയുടെ വീട്ടിലേക്ക് പോണോണ്ട് തന്നെ ഇഷമോളി എമിമോനി സ്കൂളിൽ നിന്ന് കുറച്ച് നേരത്തെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയണ്ടാവില്ല, നമ്മുടെ ഇഷമോളും എമിമോനും മംഗലം MESലാണ് കേട്ടോ പഠിക്കുന്നത്. ഇഷമോള് 4th ക്ലാസ്സിലും എമിമോനും മോണ്ടിസോറിയിലുമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെ കണ്ടതും എമിമോനും നല്ല ഹാപ്പി ആയിട്ട് ടീച്ചറോട് യാത്ര ഒക്കെ പറഞ്ഞ് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ഇഷമോളും വന്നു. അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന എമിമോന്റെ ഇഷമോളുടെ കുട്ടി ഫാൻസുകൾ ടാറ്റ തരുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എമിമോന് പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചർ കൊടുത്ത മിഠായിയൊക്കെ എനിക്ക് കാണിച്ചു തരികയാണ്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഞാൻ വണ്ടിയിൽ തന്നെ കരുതിയോണ്ട് വീട്ടിൽ പോവാതെ നേരെ മാമിന്റെ വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ ഇനി പോണത്. ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ നമ്മളെ മാമിന്റെ വീട്ടിലോട്ട്. ഇതാണ് കേട്ടോ നമ്മളെ മാമിന്റെ വീട്. എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് നല്ല പരിചയം ഉണ്ടാവൂലേ, കാരണം ഞാൻ എന്റെ ഒരുപാട് വീഡിയോകൾ ഈ വീട്ടിൽ നിന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്തിയപ്പോഴേക്കും എമിമോൻ ഉറങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ മാമി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോയിലൊക്കെ മാമി ഇഷമോളുടെ അപ്പച്ചിന്റെ പെങ്ങളായിട്ടാണ് അഭിനയിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ ബ്രദറിന്റെ വൈഫാണ് കേട്ടോ മാമി. ഇത് മാമിന്റെ ചെറിയ മോനാണ് കേട്ടോ, റിസില്. ഇനി ഒരാളും കൂടി ഉണ്ട് കേട്ടോ, റിസമോള്. നമ്മുടെ വീഡിയോയിൽ ഇഷമോളുടെ ഫ്രണ്ടൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും നല്ല ചെടിയോട് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ വീടൊക്കെ നല്ല ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോം ടൂർ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളിട്ടാ. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തുതരാം കേട്ടോ. ഇഷമോൾക്കാണെങ്കിൽ റിസിലുവിനെ കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻക്ക് ഇഷമോളിയും ഭയങ്കര കാര്യാട്ടോ. ഇതാണ് കേട്ടോ സിബിയുടെ ഉമ്മ. നമ്മൾ നോമ്പറക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ. ആള് നല്ല കമ്പനിയാണ് കേട്ടോ. മാത്രല്ല അച്ചാറൊക്കെ നല്ല രസത്തിൽ ഉണ്ടാക്കി തരൂ കേട്ടോ. അപ്പോഴേക്ക് നമ്മള് റിസമോള് സ്കൂളിട്ട് വന്ന് ഇഷമോൾക്ക് അവളുടെ ജേണൽ ബുക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ വന്നിട്ട് ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുക്കിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫുഡായിട്ട് ചിക്കൻ ബിരിയാണിയും നെയ്പ്പത്തലും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്നാക്സ് ആയിട്ട് സിബിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇറാനി പോളി ഉണ്ട് കേട്ടോ. അങ്ങനെ 3 മണിയായപ്പോഴേക്കും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. ഇവരുടെ വീടിന്റെ ബാക്കിൽ തന്നെ എടുത്ത തറവാട് വരുന്നത്. അവിടെ ആണെങ്കിൽ ആടുകളും പശുക്കളും കോഴികളും താറാവുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇഷമോളുടെ പഠിപ്പിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര തന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മാത്സിന്റെ കാര്യമൊക്കെ വരുമ്പോൾ അവള് നല്ല മടിയും പേടിയൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. ഹോംവർക്ക് ഒക്കെ ചെയ്യാനിരിക്കുമ്പോൾ അവൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് വല്ലാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആകാറുണ്ട് കേട്ടോ. ഒരു പാരന്റ് എന്ന നിലയിൽ അവളുടെ മാർക്ക് കുറയുന്നതിനേക്കാൾ എനിക്ക് വിഷമം തോന്നിയത് അവളുടെ കോൺഫിഡൻസ് കുറയുന്നത് കണ്ടപ്പോഴാണ് കേട്ടോ. മാത്സ് ബുദ്ധിമുട്ടാണെന്ന് കുട്ടികൾ സ്വയം വിശ്വസിച്ച് തുടങ്ങുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയാണ് ഗൗരവമായിട്ട് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ച്. അങ്ങനെ എനിക്ക് തോന്നിയ വിഷയം മാത്സ് ആയതുകൊണ്ടായിരിക്കൂല, അത് പഠിപ്പിക്കുന്ന രീതിയിലുള്ള പ്രശ്നം കൊണ്ടായിരിക്കും. അങ്ങനെ ഇതിനെ കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കേട്ടോ ബാൻസു തന്നിട്ടുള്ള ഓൺലൈൻ മാത്സ് ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്ന നീലകണ്ഠഭാനു ഡിസൈൻ ചെയ്തതാണ് കേട്ടോ ഈ കോഴ്സ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇഫ്താറിന്റെ ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇഷമോൾ അപ്പുറത്തെ റൂമിൽ ഇരുന്ന് ബാൻസുവിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ് കേട്ടോ. 5 കുട്ടികൾ അടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് കേട്ടോ ഇവർ ക്ലാസ്സുകൾ നടത്തുന്നത്. അതായത് ഒരു ടീച്ചർക്ക് 5 കുട്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും പേഴ്സണൽ അറ്റൻഷനും കിട്ടുന്നുണ്ട്. ഇഷമോള് പലപ്പോഴും വളരെ ബേസിക് ആയിട്ടുള്ള സംശയങ്ങളാണ് കേട്ടോ ചോദിക്കാറുള്ളത്. പക്ഷെ അവിടുത്തെ ട്രെയിനർമാര് വളരെ ക്ഷമയോടെ ഒട്ടും കൂട്ടാതെ അവൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു വർഷം കൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടെ ഗ്രേഡിനേക്കാൾ ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് കേട്ടോ ഇതിന്റെ ലേണിംഗ് പാത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ മാത്രല്ല USA, UK, കാനഡ, UAE തുടങ്ങി 20ഓളം രാജ്യങ്ങളിലെ കുട്ടികൾ ഇപ്പൊ ബാൻസൂവിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഇഷമോൾ ഇതിൽ ജോയിൻ ചെയ്തതിനു ശേഷം മാത്സ് നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. ഇനി നിങ്ങളെ കുട്ടികൾ 5 വയസ്സ് മുതൽ 15 വയസ്സിനുള്ളിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ഇത് ഫ്രീ ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പൊ ഇവരുടെ ഫ്രീ ഡെമോ ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്ത് എന്റെ ലിങ്ക് വഴി നിങ്ങൾ ഫുൾ കോഴ്സിന് ജോയിൻ ചെയ്യുവാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു 20% ഡിസ്കൗണ്ടും കൂടി കിട്ടും കേട്ടോ. അപ്പൊ മാത്സിന് പേടിയുള്ള കുട്ടികളൊക്കെ ഇവരുടെ ഫ്രീ ഡെമോ ക്ലാസ് എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്തോളൂ കേട്ടോ. ഇഷമോളെ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയെന്ന് മച്ചാ. അങ്ങനെ നമ്മൾ ഇഷമോളെ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും മാമിന്റെ ഇറാനിപ്പോൾ അവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജ്യൂസിന്റെ സെക്ഷനൊക്കെ ഏറ്റെടുത്തിട്ടുള്ള നമ്മളെ ബ്രദറിന്റെ മോളായിട്ടുള്ള ദില്ലുവാണ് കേട്ടോ. അവള് ജ്വല്ലറി ഡിസൈനിങ് ആണ് പഠിക്കണമെങ്കിൽ കുക്കിങ്ങിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഷമാമും മാംഗോയും ഐസ്ക്രീമും ഒക്കെ വെച്ചിട്ടുള്ള ജ്യൂസ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പിന്നെ നന്നാരി സർവത്ത് ഉണ്ടാക്കലും ഫ്രൂട്ട് കട്ടയിലൊക്കെ വളരെ പെട്ടെന്നാണ് കഴിഞ്ഞത്. അങ്ങനെ ടേബിളിലെല്ലാം സെറ്റ് ചെയ്തപ്പോഴേക്കും ബാങ്കും കൊടുത്തുട്ടോ. ഒത്തിരി കാലങ്ങൾക്ക് ശേഷമായിട്ടാ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് നോമ്പ് ഓർക്കണത്.
അല്ലേലും ഇപ്രാവശ്യത്തെ നോമ്പ് എത്ര പെട്ടെന്നാണ് തീർന്നു പോയതില്ലേ. ഇഷമോളാണെങ്കിൽ ഈ പ്രാവശ്യം ഒരു നോമ്പ് ഒഴികെ എല്ലാ നോമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. ചില ആളുകളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ മെയിൻ ആയിട്ടുള്ള ഫുഡും കഴിക്കാറുണ്ട് കേട്ടോ. ഞങ്ങളാണെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ അടുത്ത ഫുഡ് കഴിക്കല്. ഇതാണ് കേട്ടോ നമ്മുടെ മാമിയുടെ ഹസ്ബൻഡ് റാഫി, അതായത് എന്റെ ബ്രദർ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിള്ളേര് നല്ല കളിയാണ് കേട്ടോ. അങ്ങനെ അവരുടെ കളി കണ്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ. അപ്പോഴത്തേക്കും അടുത്ത ഫുഡ് കഴിക്കാനായി. സിബി ആണെങ്കിൽ നല്ല അടിപൊളി ലഗോൺ ബിരിയാണിയും നെയ്പ്പത്തലും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങനെ ഒരുമിച്ച് ഫുഡ് കഴിച്ചു. ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നെയ്പ്പത്തലും ചിക്കൻ കറിയും ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ബ്രദർ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഫുഡ് വണ്ടി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോ ഉണ്ടാക്കിയ ഫുഡിന്റെ ഏതെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ നോർമൽ വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ റമദാൻ മാസത്തിലെ ലാസ്റ്റത്തെ നോമ്പ് തുറ മാമിന്റെ വീട്ടിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലും കത്തിയടിയൊക്കെ കഴിഞ്ഞു രാത്രി 11 മണിക്കാട്ടെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചത്. അങ്ങനെ യാത്ര പറയുന്ന ഇടയിൽ ബ്രദർ അവിടെ ഉണ്ടായ മിറാക്കിൾ ഫ്രൂട്ടും കൂടി തന്നിട്ട് ഞങ്ങൾക്ക്. ഇത് കഴിച്ചിട്ട് നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ വായിൽ കയ്പ് അനുഭവപ്പെടൂല എന്നാട്ടോ അവൻ പറയുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ്ട് കഴിഞ്ഞു കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.